നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ബലാസ്കി ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി 1942 സ്ഥാപിതമായ കമ്പനിയാണ്. IPR കേന്ദ്രീകൃത ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രധാനമായും ആഫ്രിക്ക, കരീബിയൻ ദ്വീപുകൾ, ലാറ്റിൻ അമേരിക്കൻ എന്നിവിടങ്ങളിലെ ഫ്രോണ്ടിയർ മാർക്കറ്റുകളിൽ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങളും ബിൽഡേഴ്സ് ഹാർഡ്വെയർ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പന്നങ്ങളുടെയും അന്താരാഷ്ട്ര മൊത്ത വ്യാപാര വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കമ്പനിക്ക് ആൻറ്റിബയോട്ടിക്, ആൻറ്റി മലേറിയൻസ്, അനൽജസിക് തുടങ്ങിയ ചികിത്സാ മേഖലകളിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി തന്നെയുണ്ട്. കൂടാതെ ബിസ്ക്കറ്റ്, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും ഉണ്ട്. ഇനി കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ട് നോക്കാവുന്നതാണ്. ആദ്യം വാല്യൂ മെട്രിക്സ് 2025 ഓഗസ്റ്റ് വരെയുള്ള വാല്യൂ മെട്രിക്സ് എന്താണെന്ന് നോക്കാവുന്നതാണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 13.6 ആണ്. ഇത് ഇൻഡസ്ട്രി ആവറേജിനെക്കാട്ടിയും കുറഞ്ഞ വാല്യൂവിൽ നിൽക്കുകയാണ്. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.11 ആണ്. ഇതും ഇൻഡസ്ട്രി ആവറേജിനെക്കാട്ടിയും താഴെയാണെന്നുള്ളത്. പിന്നുള്ളത് പ്രൈസ് ടു സെയിൽ റേഷ്യോ 0.87 ആണ്. 0.87 ആണ്. ഇതും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ഇനി അടുത്ത ഗ്രോത്ത് ആൻഡ് പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കാം. 2025 വരുമാനം 288.84 കോടി ആണ്. സ്വാഭാവികമായും 21 ഇയർ ഓഫ് ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെയുമായി താരതമ്യം ചെയ്യുമ്പോൾ 21% വർധനവാണുള്ളത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25.07 കോഴ്സാണ്. ഇത് നഷ്ടത്തിലായിരുന്നത് ഇപ്പോൾ പ്രോഫിറ്റിലോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. 2024 നഷ്ടമായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതിപ്പോൾ പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 8.6 ആണ്. അതായത് 3 വർഷത്തെ ശരാശരി റവന്യൂ ഗ്രോത്ത് 0.5% മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ 2025 വരുമ്പോൾ അത് വലിയൊരു റിക്കവറി തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണിക്കുന്നത്. അതായത് 3 വർഷത്തെ ആവറേജ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് 0.5% ഇപ്പോൾ 8.6% 2025 വലിയൊരു റിക്കവറി തന്നെയാണ് കാണിക്കുക. ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എങ്ങനെയെന്ന് നോക്കാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.22 ആണ്. ഇത് കടബാധ്യത വളരെ കുറവാണ്. കറണ്ട് റേഷ്യോ 4.45 ആണ്. അതായത് ഷോർട്ട് ടേമിൽ ലുള്ള ബാധ്യതകൾ എളുപ്പം തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കറണ്ട് റേഷ്യോ ഉള്ളത്. 4.45% ആണ്. ഇൻട്രസ്റ്റ് കോസ്റ്റും റവന്യൂവിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റവന്യൂവിൻ്റെ 1% മാത്രമേ ഉള്ളൂ. അതൊരു ബെറ്ററാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 70% മുകളിലാണ്. അതുപോലെ തന്നെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളതും താരതമ്യേന കമ്പനിയുടെ ഫണ്ടമെൻ്റൽ റിസ്ക് കുറഞ്ഞിരിക്കുന്നു. സ്ട്രെങ്ത് എന്തെല്ലാം എന്ന് നോക്കാം. അതായത് വരുമാനത്തിലും ലാഭത്തിലും ശക്തമായി തിരിച്ചുവരവുണ്ട്. ഫ്രോണ്ടിയർ മാർക്കറ്റിലെ വലിയ വളർച്ചാ സാധ്യത കാണുന്നുണ്ട്. കടബാധ്യത കുറഞ്ഞിട്ടുണ്ട്. ലിക്വിഡിറ്റി ശക്തമാണ്. പ്രൊമോട്ടർ ഹോൾഡിങ്സ് സ്റ്റേബിളാണ്. വാല്യുവേഷൻ പ്രകാരം ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്നു. ഒരു ബൈങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി റിസ്ക് എന്തൊക്കെയെന്ന് നോക്കാവുന്നതാണ്. ഫ്രോണ്ടിയർ മാർക്കറ്റിലെ കറൻസി വാലിഡിറ്റിയിലുള്ള പ്രശ്നങ്ങളും റെഗുലേഷൻ റിസ്ക്കും കൂടുതലാണ്. പിന്നെ പുതിയ ഒരു പ്ലാന്റ് ഹൈദരാബാദിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ തന്നെ ക്യാപെക്സും എക്സിക്യൂഷൻ റിസ്ക്കും ഉണ്ട്. പിന്നെ 52 ആഴ്ചയിൽ ഏറ്റവും വലിയ പ്രൈസ് 177 നിന്നും ഏതാണ്ട് ഇപ്പോൾ 63% താഴ്ന്നാണ് വ്യാപാരം നടത്തുന്നത്. ഈ കാര്യങ്ങളാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള റിസ്കിലുള്ളത്. ഇനി ടെക്നിക്കൽ അനാലിസിസ് എന്തെന്ന് നോക്കാം. അതായത് പ്രൈസ് മൂവ്മെൻറ്റ് ഇപ്പോൾ 47 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 52 ആഴ്ചയിലെ ഉയർന്ന പ്രൈസ് 177, ഇപ്പോൾ 63% താഴ്ന്നാണ് വ്യാപാരം നടത്തുന്നു. ഒരു വർഷമായിട്ടും ഉള്ള താഴ്ചയെന്ന് പറയുന്നത് 56% ഒരു വർഷം കൊണ്ട് ഇടിവാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാവുന്നതാണ്.
സപ്പോർട്ട് 40-45 ലെവലിൽ ഒരു സപ്പോർട്ടുണ്ട്. റെസിസ്റ്റൻസ് 55-60 ഈ റേഞ്ചിന് മുകളിലോട്ട് പോയാൽ ശക്തമായിട്ടൊരു കയറ്റം സാധ്യതയുണ്ട്. ഇനി മൂവിങ് ആവറേജും ഇൻഡിക്കേറ്റേഴ്സും എന്തെന്ന് നോക്കാവുന്നതാണ്. 50 ദിവസത്തെ EMA വിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. 200 ഡേയ്സ് EMAയും ഇപ്പോഴത്തെ വിലയിലേക്കാൾ മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായി സ്റ്റോക്ക് ഒരു ബിയറിഷ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 35-40 റേഞ്ചാണ്. ഇതൊരു നെഗറ്റീവ് ഓവർ സോൾഡിലാണ് കാണിക്കുന്നത്. മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവർജൻസ് നെഗറ്റീവ് ക്രോസ് ഓവറാണ് ബിയറിഷ് സിഗ്നൽ കാണിക്കുന്നു. എന്നാൽ അൾട്ടിമാൻസ് 2 സ്കോർ അനുസരിച്ച് 4.92 കാണിക്കുന്നത്. ഇത് കമ്പനിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ശക്തമാണെന്നാണ് അൾട്ടിമാൻസ് 2 സ്കോർ കാണിക്കുന്നത്. അപ്പോൾ അത് കമ്പനിയുടെ സാമ്പത്തിക ശക്തിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. ചുരുക്കത്തിൽ 2025 വരുമാനത്തിലും ലാഭത്തിലും ശക്തമായി തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട്. കടബാധ്യത വളരെ കുറവാണ്. ലിക്വിഡിറ്റി ശക്തമാണ്. ഫ്രോണ്ടിയർ മാർക്കറ്റിൽ വളരെ വലിയ വളർച്ചാ സാധ്യതയുണ്ട്. പിന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് സ്റ്റേബിളാണ്. അതിൽ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. വാല്യുവേഷൻ അനുസരിച്ച് ഇപ്പോൾ വില കുറഞ്ഞ ലെവലിലാണ് നിൽക്കുന്നത്. എങ്കിലും ഓഹരി ദീർഘകാലമായി ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പരിഗണിക്കേണ്ടതാണ്. ഫ്യൂച്ചർ മാർക്കറ്റിൽ ഫ്രോണ്ടിയർ മാർക്കറ്റിൽ കറൻസി റിസ്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രീതിയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു കറൻസി റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദിലെ പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റ് പണിയുമ്പോൾ അതിന് വന്ന ക്യാപെക്സിൻ്റെ ബർഡനും എക്സിക്യൂഷനിലുള്ള ചലഞ്ചസും ഉണ്ട്. ഷോർട്ട് ടേമിൽ നെഗറ്റീവ് ആണെങ്കിലും ഫ്യൂച്ചറിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓഹരി ഇപ്പോൾ ഓവർ സോൾഡാണ്. എന്നാൽ അത് തിരിച്ച് കയറാനുള്ള സാധ്യതയുമുണ്ട്. ലോങ് ടൈമിൽ ഫണ്ടമെൻ്റൽ ആയിട്ട് മെച്ചപ്പെട്ട രീതിയിലാണ്. ഫണ്ടമെൻ്റൽ മെച്ചപ്പെട്ടതിനാൽ ഒരു ലോങ് ടേമിൽ നോക്കാവുന്നതാണ്. ഗ്രാജുവൽ അക്യൂമുലേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറച്ച് വീതം വാങ്ങാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഇതൊരു ഫാർമ കമ്പനിയുടെ കൂടെ തന്നെ വൈവിധ്യമായ വിവിധ പ്രോഡക്റ്റുകൾ, അതായത് ബിൽഡിംഗ് ഹാർഡ്വെയർ, FMCG തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും വിതരണവും ഈ കമ്പനിക്കുണ്ട്. ബലാസ്കി ഫാർമയിലുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആവറേജിനെക്കാട്ടിയും വളരെ താഴ്ന്ന ലെവലിലാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഉള്ളത്. PE റേഷ്യോ ഉള്ളത് 13. ഇൻഡസ്ട്രിയൽ ആവറേജ് ഏതൊരു ഫാർമ കമ്പനിക്കും 20 മുതൽ 40 വരെയാണ് PE റേഷ്യോ കാണിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൈവിധ്യമായ ഏതൊരു വ്യത്യസ്തമായ ഒരു ഫാർമ കമ്പനി സെലക്ട് ചെയ്യുന്നവർക്ക് അനുയോജ്യമായതാണ്.